പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഏപ്രിൽ 26 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞല്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം
സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിന്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവ് സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ അതിരസകരമായൊരു വാക്കുണ്ട്, ഭയങ്കര പ്രാക്ടിക്കലാണ്. നിങ്ങൾക്ക് കേൾക്കാതെ ഈ പ്രഭാഷകൻ 37 പ്രഭാഷകൻ 37:28 എല്ലാവർക്കും എല്ലാം നന്നല്ല. കേട്ടോ, എങ്ങനെയുണ്ട് പരിപാടി? എല്ലാവർക്കും എല്ലാം നല്ലതല്ല. ഇത് ബൈബിൾ ഇത് വളരെ ആപ്ലിക്കബിളായിട്ട് ഫോളോ ചെയ്യുന്ന കോമൺ പ്രിൻസിപ്പിളാണ്. ഞാനൊരു ദിവസം ഉണ്ടല്ലേ, എൻ്റെ ഒരു അടുപ്പക്കാരനുണ്ടായിരുന്നു, ഒരു ഓൾഡ് മിനിസ്റ്റർ. അപ്പം അദ്ദേഹം ഒരു മാസം കൂടുമ്പോൾ ചുമ്മാ വിസിറ്റ് വരാൻ, വയസ്സനായി, പണ്ട് മന്ത്രിയായിരുന്നു, ഞാൻ വകുപ്പൊന്നും വേണ്ട, അപ്പോൾ ഞങ്ങൾ പിടിച്ചെടുക്കും. അപ്പോൾ ജസ്റ്റ് ചുമ്മാ എന്നെ കാണാൻ വരും. അപ്പം ഞങ്ങളിടയ്ക്ക് തമ്മിലൊക്കെ പ്ലാൻ ഇട്ടിട്ട് ഗവൺമെൻറ് ലെവലിൽ കുറേ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഇദ്ദേഹത്തിന് വീട്ടിൽ ചെന്നപ്പോൾ ഇദ്ദേഹം വീടിൻ്റെ തെക്ക് വശത്തുള്ള, അതാണ് എൻട്രൻസ്, തെക്കോട്ട് ദർശനം, വീടിൻ്റെ ആ സിറ്റ് ഔട്ട് ചെയ്ത് തെക്കോട്ട് ഒരു 3 സ്റ്റെപ്പിട്ട എൻട്രൻസ്. ആ എൻട്രൻസ് കെട്ടി അടക്കണം പുള്ളി. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എന്നാ പരിപാടിയാണെന്ന് ചോദിച്ചു. എൻ്റെ ഇവിടെ മുഴുവൻ രോഗമാണ്, ഭാര്യ ഇപ്പം അവിടെ രോഗമായിട്ട് കിടക്കുക, ഇപ്പം മകന് അസുഖം, എനിക്കസുഖം. അപ്പം ഇത് എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ വിഷയത്തൊക്കെ അറിവുള്ളവർ പറഞ്ഞത്, തെക്കോട്ട് ഇറങ്ങണത് ശരിയല്ല, തെക്കോട്ട് ഇറങ്ങി എപ്പോഴും ഇങ്ങനെ ക്ഷീണവും രോഗവും ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. അതുകൊണ്ട് അത് കെട്ടിയടച്ചിട്ട് കിഴക്കോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം എന്നെക്കാലത്ത് പ്രായമുള്ളതുകൊണ്ട് ഞാൻ തർക്കുത്തരത്തിലൊന്നും പോയില്ല. എന്താ വെച്ചാൽ തർക്കുത്തരത്തിലൊരു വകുപ്പോടെ ഉണ്ട്. എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ സാറ് കിഴക്കോട്ട് ഇറങ്ങിയാലും കിഴക്ക് വേറെ ആൾക്കാരുടെ വീടും മതിലൊക്കെ, അതെനിക്കറിയാം. റോഡ് തെക്കുവശത്താണ്. ഇപ്പം കിഴക്കോട്ട് ഇറങ്ങിയാലും നമ്മൾ റോഡിലോട്ട് കയറുമ്പോൾ തെക്കോട്ട് തിരിയേണ്ടി വരും. അപ്പോൾ അതെന്താ, അത് പിന്നെ തെക്കോട്ട് തിരിയണമല്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രായവും പിന്നെ അല്ല, ഞാൻ മറ്റുള്ളവരുടെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരാളാണ് പൊതുവെ. അപ്പോൾ എന്നാലും എൻ്റെ മനസ്സിൽ ഒരു വചനം വന്ന്, എന്താണെന്നറിയാമോ, ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ബൈബിളിൽ വിശ്വസിക്കുന്നവരൊക്കെ ഒരു നിലപാടുണ്ട്. നിയമാവർത്തനം 18:14 നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശ്നികരെയും ശ്രവിച്ചിരുന്നു. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിനനുവദിച്ചിട്ടില്ല. ആ തെറ്റാണ് ശരിയാണെന്നല്ല ബൈബിൾ പറയണത്. യു ആർ നോട്ട് അലൗഡ് ടു ഡു സോ. അതെപ്പോഴും നമ്മൾ ഓർക്കണം. അതായത് നമ്മൾ ക്രിസ്തുവിനെയും ഒരു കൈ പിടിച്ച് പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെയും അങ്ങനെയൊക്കെ പോകാൻ പറ്റത്തില്ല. ഓരോ വിശ്വാസത്തിനും അതിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റികളുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കുക നമ്മൾ എവിടെയാണ് നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച് ദൈവദൃശ്യത്തിൽ വ്യക്തത വരുത്തണം. ഇല്ലാത്തവൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു പ്രസക്തിയില്ല. അത് വളരെ ഇങ്ങനെ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ ഇത് ടൈം എടുക്കാൻ കാരണം, നിന്നെ അത് തെറ്റോ ശരിയാണെന്നല്ല പ്രശ്നം. അവരുടെ കരുത്ത് കയറാനോ അല്ലെങ്കിൽ അവരെ തിരുത്താനോ മേക്കട്ട് കയറാനോ ഒരു കാര്യമില്ല. ലെറ്റ് ദം ഹാവ് ദെയർ ഫെയ്ത്ത്. പക്ഷെ നിന്നെ അതിനെ അനുവദിച്ചിട്ടില്ല.
വെൻ യു റിസീവ് ദ ഫെയ്ത്ത് ഓഫ് ദി ബൈബിൾ ആൻഡ് ഇറ്റ്സ് റെവലേഷൻ, കർത്താവിൻ്റെ വെളിപാട് നീ ഫോൺ ചെല്ലുമ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ വചനങ്ങളാണ് നിൻ്റെ വഴികാട്ടി. അതിനെതിരെ വരുന്ന ഒരു സാധനത്തിൻ്റെ നിങ്ങൾ പോയി തലവെച്ചാൽ ഒരു ഗുണം ഉണ്ടാകത്തിലും തന്നെയല്ല, നീ അത് കൺഫ്യൂഷനാണ്. വിരുദ്ധാഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ആൾക്കാർ പറഞ്ഞേ മീനും മോരും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വെള്ളപ്പാണ്ട് ഉണ്ടാകുമെന്ന് പറയാം. അത് കുറേയൊക്കെ ശരിയാണ്, വൈദ്യശാസ്ത്രപരമായിട്ട് ശരിയാണത്. അപ്പം അതുകൊണ്ട് ചുമ്മാ വിശ്വാസികളുടെ കൂട്ടത്തിൽ കുറേ വെള്ളപ്പാണ്ടുകാരുണ്ട്. അവർ വിരുദ്ധാഹാരം കഴിച്ച് വെള്ളപ്പാണ്ടാകണതാണ്. അപ്പം അതുകൊണ്ട് ബൈബിളിൻ്റെ ഈ കൃത്യമായ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഈ വിഷയത്തിൽ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാനാകുന്നു വഴി, ഞാനാണോ സത്യം, ഞാനാണ് ജീവൻ. നീ അതല്ലേ ഫോളോ ചെയ്യണത്. അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ ചിലർ പറയുകയല്ലേ, ഫോർ ബെസ്റ്റ് റിസൾട്ട് യൂസ് എവറെഡി ബാറ്ററി. അത് കമ്പനിക്കാരെങ്ങനെ പറയണത്, അവിടെ ആ ടോർച്ചിൻ്റെ ആ പ്രകാശം സമ്പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന അവരുടെ ബാറ്ററി ഉണ്ട്. അതാണ് വിഷയം. അല്ലാതെ എവറെഡി ബാറ്ററി എടുത്ത് കൊണ്ടുപോയി തോഷോ ഇടുകയോ അല്ലെങ്കിൽ റേഡിയോ ബാറ്ററി വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്കാരെ ഉത്തരവാദിത്വമല്ല. ഇതൊക്കെ ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. ഈ ഉദാഹരണത്തിനും ഉപമകൾക്കും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ലിംബൻ ഡെഫ്നെസ് ഉണ്ടാവും. എങ്കിലും പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വിശ്വാസത്തിൽ നീ ഷാർപ്പനാവുക. ബാക്കിയുള്ളതെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ്. ആ ദൈവം നിന്നോട് സത്യസന്ധത പ്രവർത്തിക്കുകയും ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.